ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ടാൽക്കം പൗഡർ കൊണ്ടുള്ള കുറച്ച് ലൈഫ് ഹാക്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണ നമ്മൾ പൗഡർ ഫേസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതല്ലാതെ എന്തെല്ലാം യൂസസ് ഉണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ഫോണിൻ്റെ ഡിസ്പ്ലേ നല്ല ക്ലിയർ ആയിട്ട്, ഇപ്പം ഫിംഗറിൻ്റെ ഒന്നും പാടൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പൊടിയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് പൗഡർ. നമ്മൾ കുറച്ച് പൗഡർ നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്പീക്കറിലൊന്നും ആവാതെ നമ്മുടെ ഡിസ്പ്ലേയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ചെയ്തതിന് ശേഷം എന്തെങ്കിലും കോട്ടൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം തന്നെ പോയിട്ട്. നമ്മുടെ ഫോണിലുണ്ടാവുന്ന ചെറിയ പാടുകൾ പോലും അല്ലെങ്കിൽ ഇപ്പം എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസി ആയിട്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോകാനായിട്ട് ഈ പൗഡർ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ഹാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്രേ അല്ലെങ്കിൽ പെർഫ്യൂം ഒക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് പൗഡർ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ ഈ പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യുന്നത് അവിടെ തന്നെ കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ ഇട്ടതിന് ശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പിന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള ചെറിയ മിറർ അല്ലെങ്കിൽ വാൾ കണ്ണാടിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടിരിക്കും. ഒരു പൊട്ട് പോലും ഉണ്ടാവാതെ, ഒരു പൊടി പോലും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ നല്ലതാണ് ഈ പൗഡർ. പിന്നെയുള്ളത് നമ്മുടെ വീട്ടിലെ ആണി അതുപോലെ മൊട്ട് സൂചിയൊക്കെ പെട്ടെന്ന് തുരുമ്പെടുക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോക്സിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഇത് തുരുമ്പെടുക്കാതിരിക്കാൻ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളത് നമ്മുടെ കയ്യിലുള്ള ഇതുപോലത്തെ ക്രീമൊക്കെ ഇരിക്കുന്ന ബോക്സിൻ്റെ ആ ഒരു അടപ്പ് ടൈറ്റായിട്ട് അടയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടയ്ക്കുകയാണെങ്കിൽ നല്ല മുറുകി നല്ല ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത്, നമ്മൾ എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ ഇതുപോലെ ഓയിലിൻ്റെ ഒക്കെ പാട് വീഴുകയാണെങ്കിൽ അത് പോകാനായിട്ട് കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഊതിക്കളഞ്ഞാൽ മതി. അവിടെ ഒരു കുഴപ്പമില്ലാതെ നല്ല നീറ്റായിട്ട് ക്ലിയർ ആയിട്ടിരിക്കും. ഇപ്പോൾ ഈ ഓയിലിൻ്റെ മാത്രമല്ല, എന്തെങ്കിലും ചെളിയാവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പാടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ പൗഡർ ഇതുപോലെ യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ കയ്യിലുള്ള വള്ളി അതുപോലെ മാലയുടെയൊക്കെ കെട്ട് വീഴുകയാണെങ്കിൽ, അത് പാടായിട്ടുള്ള കെട്ടാണെങ്കിൽ അതിൻ്റെ പുറത്ത് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ ആണി അടിച്ചാൽ ഇതുപോലെ പൊളിഞ്ഞു വരികയെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് തിക്കായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുറേ കാലം നിൽക്കും, അത് അങ്ങനെ തന്നെ നിൽക്കും. ആ ഒരു വൃത്തികേട് മാറിക്കിട്ടാൻ വളരെ നല്ലതാണ്. പിന്നെയുള്ളത്, നമ്മുടെ ബാഗിൻ്റെയൊക്കെ സിബ് കേടായിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് പൗഡർ ഇട്ടതിന് ശേഷം കുറച്ച് തിക്കായിട്ട് ഇടണം. അതുപോലെ നന്നായിട്ട് തിക്കായിട്ട് ഇട്ടതിന് ശേഷം ഇത് അടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സിബ് ക്ലോസ് ആയിട്ടിരിക്കും. പിന്നെയുള്ളത്, നമ്മുടെ വൈറ്റ് ഡ്രസ്സിലൊക്കെ ഇതുപോലെ വാഷ് ചെയ്തിട്ട് പോവാത്ത കറയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ ഇതിൻ്റെ മേലെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കറ നന്നായിട്ട് ഹൈഡ് ആയിട്ടുണ്ടാവും. ഇത് നമുക്ക് കുറേ നേരം നിൽക്കും, ഒരു ദിവസമൊക്കെ ഇത് കഴുകുന്നതോടെ വരെ പോകത്തില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയാൻ വേണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്